ഹാഷ്മി, ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത കോട്ടകളിൽ പോലും വിരുദ്ധ സ്വരം കേൾക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ കേട്ടുകഴിവില്ലാത്ത രീതിയിൽ. അതുപോലെ അമ്പലപ്പുഴയിലും ഒരു മനുഷ്യൻ വിളിക്കുന്നു അല്ലേ. അപ്പൊ പിന്നെ രണ്ടത്താണി, നമ്മൾ യുവതി രണ്ടത്താണിക്കൊക്കെ ഇങ്ങനെ ഒരു മാറി ചിന്തിക്കാൻ പറ്റുന്ന പോലും ആലോചിച്ചിട്ടില്ല. ബി ദിലീപ് കുമാർ നേരത്തെ ജി സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷി പന്തളം കോളേജിലാണ് ഞാൻ പഠിച്ച കോളേജ്. ഞാൻ വിദ്യാർത്ഥി ഞാൻ പോയിരുന്നു. അപ്പൊ നാഞ്ഞു വിളിച്ച അനശ്വര ഭുവനേശ്വര, രാജൻ ഭുവനൻ മുസ്തഫമാരുടെ, രാജേഷ് ചോബി ആൻഡ്രൂസ്മാരുടെ എരിയുന്ന ചികയുന്ന കുഴിയുന്ന കുഴിമാടം കൈകൊണ്ട് ഞങ്ങൾ പറയുന്നു, മാറണം മാറണം മാറ്റി എഴുതണം, മാറണം മാറണം മാറ്റി എഴുതണം, നാറിപ്പൊഴുത്തൊരു നാടിൻ വ്യവസ്ഥിതി, മാറിയില്ലെങ്കിലോ മാറ്റിയില്ലെങ്കിലോ മാറ്റണം നമ്മൾ തൻ വിപ്ലവ ശക്തികൾ എന്ന് ഉറക്കം മുദ്രാവാക്യം വിളിച്ച് കോളേജ്. അപ്പൊ അങ്ങനെ രക്തസാക്ഷിയുടെ സഹോദരൻ CPM വിട്ടുപോകുന്നോ അല്ലെങ്കിൽ പൊതുസ്വതന്ത്രനാകുന്നോ സ്വപ്നേബി ആരും കരുതല് സ്കേൻ. അങ്ങനെ തെക്കൊരു സുധാകരൻ, വടക്കൊരു സുധാകരൻ. തെക്കു സുധാകരൻ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിയോട് കലാപം ഉണ്ടാക്കി ഇറങ്ങി പൊതുസ്വതന്ത്രനായി UDF പിന്തുണയോടെ മത്സരിക്കുന്നു. വടക്ക് സുധാകരനാണ് സ്കേൻ. ഇന്ന് സംഭവിച്ചതെന്നല്ല, വടക്ക് സുധാകരൻ, കെ സുധാകരൻ, കോൺഗ്രസിന്റെ സുധാകരൻ മത്സരിക്കോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തർക്കം അതിരൂക്ഷം. SK രാവിലെ മോർണിംഗ് ഷോ കയറുമ്പോൾ തുടങ്ങിയ ചോദ്യം ഇപ്പോഴും ആ ചോദ്യമായി തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് സമവായത്തിലേക്ക് എത്തിയെന്ന് പറയുന്നു. SK കണ്ണൂർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദുർഗമാണ്. എന്ന് പറഞ്ഞാൽ ബംഗാൾ തകർച്ചയ്ക്ക് ശേഷം രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ലയിൽ, അവിടെ ആ ജില്ലയിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ കണ്ണായ തളിപ്പറമ്പ് പോലെ, പയ്യന്നൂർ പോലെയുള്ള സ്ഥലത്ത് പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് CPM-ൽ അചിന്ത്യമാണ്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. മാത്രമല്ല SK പുറത്തു വരുന്ന ആരാണ്? പുറത്തു വരുന്നത് ആ പ്രധാനപ്പെട്ട പാർട്ടി കോട്ടയിലെ, പാർട്ടി ജില്ലയിലെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ SK കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇരുമ്പ് കോട്ടയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ സോളിഡായ ജില്ലാ കമ്മിറ്റിയിൽ ആദ്യം ഒരു ജില്ലാ കമ്മിറ്റി അംഗം പുറത്തിറങ്ങി വന്ന് രക്തസാക്ഷിയോട് തട്ടിപ്പ് പറയുന്നു. അതിൽ ചർച്ച നിൽക്കുന്നു. അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് പാർട്ടി വിളിക്കുന്നു. അദ്ദേഹം വിമതനെ മത്സരിക്കുന്നു. തൊട്ടു പിന്നാലെ തളിപ്പറമ്പിൽ, ആറ് തളിപ്പറമ്പ്, സാക്ഷാൽ MV ഗോവിന്ദന്റെ തളിപ്പറമ്പിൽ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പുറത്തു വരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇതുവരെ SK കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഴിമതി ആരോപണം നേരിട്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. അപ്പൊ അത് ശരിയോ തെറ്റോ എന്ന മറ്റുള്ള കാര്യം പാർട്ടി പറയുന്നത്, PK രാഗേഷ് പറയുന്നുണ്ട് അത് പൂർണ്ണമായി തെറ്റാണ്, കണക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇറങ്ങി നിന്ന് പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പുറത്തു വിമതനായി മത്സരിക്കുന്നു. അങ്ങനെ CPM-ന് ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ കടുപ്പമാവുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് ഒന്ന് പൊട്ടിത്തെറിച്ച് ആ പൊട്ടിത്തെറി അടങ്ങി, അല്ലെങ്കിൽ മുറിവേറ്റ മനസ്സുകളെ മരുന്ന് തേച്ച് മുറിവുണക്കി ഒന്ന് ശീലമാക്കുള്ള സമയമില്ല സ്കേൻ. അതാണ് പ്രശ്നം. ഒട്ടും സമയമില്ല. ആകെ ഇനി 21 ദിവസം മാത്രമാണ് ബാക്കി. ഈ സ്ഥാനാർത്ഥികൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം, അവർക്ക് വീട് കയറണം. ദിവസങ്ങളില്ല, ഒട്ടും ദിവസങ്ങളില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.